ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഇവിടെയുള്ള ജോസച്ചൻ എന്നോട് പറഞ്ഞു, അത് ഇടയ്ക്ക് അച്ഛൻ കുരിശൻ്റെ വഴി നോമ്പുകാലല്ലേ, കുരിശൻ്റെ വഴിയിൽ നിന്ന് അച്ഛൻ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു ദൈവസ്വരമായിട്ട് തോന്നി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കുരിശൻ്റെ വഴി ചെല്ലുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഇല്ല എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ദേവാലയത്തിൽ പോയി കുരിശിൻ്റെ വഴി എല്ലാം ചൊല്ലി വെറുതെ പ്രാർത്ഥിക്കുകയല്ല, ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കണം. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ തലക്കെട്ട്. കൂട്ടിച്ചേർക്കാതിരുന്നാൽ കുറ്റപ്പെടുത്തൽ ഒഴിവാകും. പൊതുവേ നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാം ഒന്ന് കൂട്ടിപ്പിടിക്കാനാണ് നോക്കുന്നത്. എന്നാൽ ഇവിടെ അത് അർത്ഥമല്ല. കർത്താവ് അതിനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തുകയും നീ നുണയനാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചിലപ്പോഴെങ്കിലും മനഃപൂർവ്വമല്ല, പക്ഷേ അറിയാതെ വരുന്നൊരു ടെൻഡൻസിയാണ് ദൈവവചനം പറയുമ്പോൾ അത് കൃത്യതയില്ലാതെ പറയുക എന്ന് പറഞ്ഞാൽ. ഒന്നെങ്കിൽ ചിലപ്പോൾ വചനം പറയുമ്പോൾ വചനം കൃത്യത അതിന് പകരം വേറെ വാക്കുകൾ വെച്ച് പറയും. ചിലപ്പോൾ ഒരു വചനത്തിൽ അതുണ്ടാവില്ല, പക്ഷേ അത് വചനത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ചില കാര്യം അതിനെ കൂട്ടിച്ചേർത്ത് പറയും. ചിലപ്പോൾ ഇല്ലാത്തത് പറയും. അത് നമ്മളെല്ലാതും ഈശോയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അത് കൃത്യമായി ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ കർത്താവ് നിന്നെ കുറ്റപ്പെടുത്തും. കാരണം വചനത്തിന് മാറ്റം വരാൻ വേണ്ടി പാടില്ല. മാറ്റമില്ലാത്തതാണ് വചനം. ഓരോ വാക്ക് സത്യമെന്ന് തെളിയുന്നതാണ്. അങ്ങനെ ചെയ്താൽ നമ്മൾ നുണയനാവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈബിളിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മളൊരു കൃത്യതയില്ലാതെ പറയരുത്. അപ്പോൾ അതിന് പരിഹാരമാർഗ്ഗം എന്താ? ഓരോ വചനവും നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കണം. ഇപ്പോൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കിയല്ലേ അല്ലേ? ഓരോ കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചില കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ എത്ര ശ്രദ്ധയാണ് എന്ന് പറയുന്നത് പോലെ വചനം വായിക്കുകയും പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം. അവിടുത്തെ വചനത്തോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്, ഒന്നും മാറ്റുകയും ചെയ്യരുത്. വചനം അങ്ങനെ തന്നെ അത് നിറവേറപ്പെടേണ്ടതാണ്. ഇത് ഞാനും ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ അറിയാതെ പറ്റുമോ, നമുക്കൊന്നുകൂടി ഒന്ന് ഒരുമിച്ച് പരിശ്രമിക്കാം അല്ലേ? ഓരോ വചനം മെറ്റിക്കൊരു സ്ഥലം പഠിക്കാം. കർത്താവ് ദൈവമേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വചനത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കാതെ ഉള്ളതുപോലെ പറയാനൊരു കൃപ, പഠിക്കാനൊരു കൃപ ഞങ്ങൾക്ക് തരണമേ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.